ഹലോ ഫ്യൂച്ചർ നഴ്സസ്, വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ് ഓഫ് നഴ്സിംഗ് ഓർബിറ്റ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഡ്രീനർജിക് ഡ്രഗ്സ് ആണ്. അതല്ല എങ്കിൽ അതിനെ പറഞ്ഞതാണ് സിമ്പതോമിമെറ്റിക്സ് ഡ്രഗ്സ്. അപ്പോൾ എന്താണ് അഡ്രീനർജിക് ഡ്രഗ്സ്? അഡ്രീനർജിക് ഡ്രഗ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ പെട്ടെന്നൊരു സ്ട്രെസ്സ് വരുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന റിയാക്ഷനാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റിയാക്ഷൻസ്. ഒന്നുമില്ല, നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നൊരു കാര്യമാണ്. പട്ടി ഓട്ടിക്കാൻ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ റിയാക്ഷൻ നടക്കും, അത് തന്നെയാണ് ഈ അഡ്രീനർജിക് ഡ്രഗ്സിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, പെട്ടെന്ന് നമ്മുടെ ബോഡി ഒരു സ്ട്രെസ്സ് നേരിടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. എന്നിട്ട് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ നോർ എപ്പിനെഫ്രിനെ ഇത് റിലീസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ബോഡി ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റിയാക്ഷന് വേണ്ടിയിട്ട് റെഡിയാവും. എന്തൊക്കെയായിരിക്കും ആ സമയത്തുണ്ടാവും? നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, നമ്മുടെ സ്ട്രോക്ക് വോളിയം കൂടുന്നുണ്ട്, അതുപോലെ തന്നെ പാൽപിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്, ഇൻക്രീസ് യൂറിനേഷൻ അർജൻസി. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റിയാക്ഷൻസിൽ ഉണ്ടാവുന്ന ആക്ഷൻസ്. അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ ഒരു നാച്ചുറൽ റെസ്പോൺസ് കാരണം നമുക്ക് നേരിടുന്ന ആ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ പെട്ടെന്ന് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലും രണ്ട് ടൈപ്പ് റിസെപ്റ്റേഴ്സ് ഉണ്ട്. സിമ്പിളാണ്, ആൽഫ റിസെപ്റ്റേഴ്സും ബീറ്റ റിസെപ്റ്റേഴ്സും. ആൽഫ റിസെപ്റ്റേഴ്സിനെ നമ്മൾ ഫർദർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് ആൽഫ 1, ആൽഫ 2. ബീറ്റ റിസെപ്റ്റേഴ്സ് ആണെങ്കിൽ ബീറ്റ 1, ബീറ്റ 2, ബീറ്റ 3. സോ ഇത്രയും മാത്രമാണ് ഇവിടെ റിസെപ്റ്റേഴ്സ്. സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആൽഫ ആൻഡ് ബീറ്റ. ഇപ്പോൾ അഡ്രീനർജിക് ഡ്രഗ്സിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ? അതായത് നമ്മുടെ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ മിമിക് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ അഡ്രീനർജിക് ഡ്രഗ്സ് അഥവാ സിമ്പതോമിമെറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ ക്ലാസിഫിക്കേഷൻ നോക്കിയാലോ. മെയിനായിട്ട് ഇവർക്ക് വരുന്ന 3 ക്ലാസിഫിക്കേഷനാണ്. നമുക്ക് കാണുമ്പോൾ ഒത്തിരി വലുതായിട്ട് തോന്നും, പക്ഷെ പഠിക്കാൻ ഈസിയാണ്. ഫസ്റ്റ് വരുന്നത് തെറാപ്യൂട്ടിക് ഓർ ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ. അത് നമുക്ക് ഈസി ആയിട്ട് ഓരോ സിസ്റ്റം വെച്ച് പഠിക്കാം. രണ്ടാമത്തെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മോഡ് ഓഫ് ആക്ഷൻ. അതെങ്ങനെയാണ്? ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ആയിരിക്കും. മൂന്നാമത്തത് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ ഇവർക്ക് കാറ്റക്കോൾ ന്യൂക്ലിയസിൻ്റെ പ്രസൻസും ആബ്സെൻസും വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് കാറ്റക്കോൾ ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ കാറ്റക്കോളാമൻസ്, കാറ്റക്കോൾ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണെങ്കിൽ നോൺ കാറ്റക്കോളാമൻസ്. ഇതൊക്കെ നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കേട്ട് വരുന്ന ഡ്രഗ്സ് ആണ്. ഇനി ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതിൽ ഓരോ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഡ്രഗ്സ് സെയിം ആണ്. ആക്ച്വലി നമ്മൾ ആ ഓരോ ഡ്രഗ്സിനെയും ഓരോ രീതിക്കും എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു. അതായത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് 7 ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം, പക്ഷേ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാൽ മതി. ഡയറക്റ്റ്ലി ആക്ടിങ്ങിൽ ഏതൊക്കെ വരും, നോൺ ഡയറക്റ്റ്ലി അതായത് ഇൻഡയറക്റ്റ്ലി ആക്ടിങ്ങിൽ ഏതൊക്കെ കയറി വരും. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ കാറ്റക്കോളാമൻസ് ഏതൊക്കെയാണ്, നോൺ കാറ്റക്കോളാമൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മതി. പക്ഷേ ഡ്രഗ്സ് എല്ലാം സിമിലർ ആണ്. ഫസ്റ്റ് നമുക്കിപ്പോൾ തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ അത് പഠിക്കാനായിട്ടൊരു സിമ്പിൾ വഴിയുണ്ട്. അതായത് ഓരോ സിസ്റ്റം ഓർത്ത് എഴുതിയാൽ മതി. ഫസ്റ്റ് വന്നാൽ നമ്മുടെ ബ്ലഡ് നമുക്ക് എടുക്കാം. സോ ഹെമറ്റോളജി എടുക്കുമ്പോൾ അവിടെ വാസോ പ്രസേഴ്സ്, വാസോ എന്ന് പറയുമ്പോൾ എന്താ? ബ്ലഡ്. പ്രസേഴ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. സോ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഇവർ. അതായത് നോർ അഡ്രിനാലിൻ, ഫീനൈലെഫ്രിൻ, ഡോപ്പമിൻ, മിഡോക്സമിൻ, പിന്നെ മെറ്റാറിനമോൾ. അതൊക്കെ എന്ന് പറയും മെറ്റാർമിനോൾ എന്നൊക്കെ പറയുമ്പോഴേക്കും വാസോ പ്രസേഴ്സ് ആണ്. ഇനി രണ്ടാമത് വരുന്നതെന്ന് പറയുമ്പോഴേക്കും കാർഡിയാക് സ്റ്റിമുലൻസ്. അതായത് എന്തായിരിക്കും നമ്മൾ നോക്കുന്നത്? ഹാർട്ടായിരിക്കും. സോ അവിടെ വന്ന ഡ്രഗ്സ് ആണ് അഡ്രിനാലിൻ, ഡോപ്പമിൻ, ഡോബ്യൂട്ടമിൻ, ഐസോപ്രിനാലിൻ, എഫിഡ്രിൻ. ഇവരൊക്കെ എന്ന് പറയുമ്പോഴേക്കും ഹാർട്ട് റേറ്റ് കൂട്ടും. ഇനി നമ്മുടെ ഇപ്പോൾ ഏതാ? ന്യൂറോ എടുക്കാം. അവിടെ ചെയ്യുന്ന സ്റ്റിമുലൻസ് വരും. ഫോർ എക്സാമ്പിൾ ആംഫിറ്റമിൻ, എഫിഡ്രിൻ. ഈ ആംഫിറ്റമിൻ ഒക്കെ നമ്മൾ കേട്ടിട്ടില്ല. അതായത് അത്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഓഫ് അബ്യൂസ് ആണ് ആംഫിറ്റമിൻ. ഇനി ബ്രോങ്കോ ഡൈലേറ്റേഴ്സ്, അത് നമുക്ക് ഏതെടുക്കാം? നമ്മുടെ പൾമോ എടുക്കാം, അതായത് ലങ്സ്. അതിലിപ്പോൾ എല്ലാ ഡ്രഗ്സ് ഒന്നും പഠിക്കണമെന്നില്ല, എങ്കിലും എല്ലാം ഒന്ന് വായിക്കാം. അഡ്രിനാലിൻ, ഐസോപ്രിനാലിൻ, സാൽബുട്ടമോൾ, ടെർബുറ്റാലിൻ, സാൽമെറ്ററോൾ, പെർബ്യൂറ്ററോൾ, ഫിനോറ്ററോൾ, ഫോമാറ്ററോൾ. ഇതിൽ പഠിക്കാൻ ഈസി ആയിട്ട് ഞാൻ പഠിച്ചത് അഡ്രിനാലിൻ, സാൽബുട്ടമോൾ, ടെർബുറ്റാലിൻ, സാൽമെറ്ററോൾ ആയിരുന്നു. കാരണം പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു. അതുപോലെ തന്നെ അടുത്ത് വന്ന നേസൽ ഡീകൺജസൻസ്. ഇത് നമുക്ക് പൾമയായിട്ട് റിലേറ്റ് ചെയ്തെടുക്കാം. ഇതിൽ എഫിഡ്രിൻ, സ്യൂഡോ എഫിഡ്രിൻ, ഫീനൈൽ എഫ്രിൻ, ഓക്സിമെറ്റാസോളിൻ, സൈലോമെറ്റാസോളിൻ. ഞാനതിലെടുത്തത് സൈലോമെറ്റാസോളിനും ഓക്സിമെറ്റാസോളിനും, കാരണം ഇതൊക്കെ നമ്മൾ നേസൽ ഡ്രോപ്സ് ആയിട്ട് കാണുന്ന ഡ്രഗ്സ് ആണ്. ഇനി അത് നമുക്ക് നെഫ്രോ എടുക്കാം. അതിൽ വന്നത് യൂട്രെയിൻ റിലാക്സൻസ്. ഇതിൽ സാൽബുട്ടമോൾ, ടെർബുറ്റാലിൻ, ഐസോസുപ്രിൻ, റിറ്റോഡ്രിൻ. ഇതിൽ ആദ്യത്തെ 3 ഞാൻ എടുത്തത്. ഇനി അപ്പറ്റൈറ്റ് സപ്രസൻസ്, അത് നമ്മൾ അനോറക്റ്റിക്സ് എന്ന് പറയും. ഇത് നമുക്ക് GI ആയിട്ട് റിലേറ്റ് ചെയ്തെടുക്കാം. അതിൽ വന്നത് ഫെൻഫ്ലുറാമിൻ,
ഡെക്സ്ഫെൻഫ്ലുറാമിൻ. ഈസി അല്ലേ? ഫെൻഫ്ലുറാമിൻ, ഡെക്സ്ഫെൻഫ്ലുറാമിൻ. ഇതാണ് ബേസ്ഡ് ഓൺ ദ തെറാപ്യൂട്ടിക് ഓർ ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ. അടുത്ത് ഞാൻ പറഞ്ഞ പോലെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മോഡ് ഓഫ് ആക്ഷൻ. സെയിം ഡ്രഗ്സ് ആണ്, നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതേ ഉള്ളൂ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ മോഡ് ഓഫ് ആക്ഷൻ, ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട്. സോ അതിലിപ്പോൾ ഡയറക്ട്ലി ആക്ടിങ് ആണെങ്കിൽ അതിൽ വന്നത് നോറഡ്രിനാലിൻ, അഡ്രിനാലിൻ, ഡോപ്പമിൻ, ഐസോപ്രിനാലിൻ, ഫീനൈൽ എഫ്രിൻ, സാൽബുട്ടമോൾ, സൈലോമെറ്റാസോളിൻ. അതേസമയം ഇൻഡയറക്ട്ലി ആക്ടിങ്ങിൽ വന്നതാണ് ആംഫിറ്റമിൻ ആൻഡ് തൈറാമിൻ. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, അതായത് കാറ്റോകൊളാമൈൻസും നോൺ കാറ്റോകൊളാമൈൻസും. കാറ്റോകൊളാമൈൻസിൽ വന്നത് നോറഡ്രിനാലിൻ, അഡ്രിനാലിൻ, ഡോപ്പമിൻ, ഐസോപ്രിനാലിൻ. പിന്നെ നോൺ കാറ്റോകൊളാമൈൻസിൽ വന്നത് എഫിഡ്രിൻ, ആംഫിറ്റമിൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാ? ഈസി ആയില്ലേ? നമുക്കിനി ഇതിൻ്റെ ആക്ഷൻസ് നോക്കിയാലോ? നമ്മൾ കോമൺ ആയിട്ടുള്ള ആക്ഷൻസ് ആട്ടോ നോക്കുന്നത്. അപ്പോൾ ഏത് ഡ്രഗ് ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. സ്ലൈഡ് കണ്ട് പേടിക്കേണ്ട, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത് നമുക്ക് സിസ്റ്റം വൈസ് നോക്കാൻ പറ്റും. ഫസ്റ്റ് സിസ്റ്റം നമ്മൾ നോക്കുന്നത് കാർഡിയോവാസ്കുലർ. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് ഇവർ β1 റിസപ്റ്റേഴ്സിലാണ് പോയി ആക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടും. ഹാർട്ട് റേറ്റ് എങ്ങനെയാണ് കൂടുന്നത്? നമ്മുടെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂടിയിട്ട് കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഒരു കണ്ടക്ഷൻ വെലോസിറ്റി കൂടും, ഹാർട്ടിൻ്റെ ആ വർക്കിംഗ് കപ്പാസിറ്റി കൂടുന്നുണ്ട്, ഓക്സിജൻ കൺസംപ്ഷൻ കൂടുന്നുണ്ട്. എല്ലാം നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് ആയിക്കോട്ടെ, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ എല്ലാം കൂടിയിട്ട് ഹാർട്ട് റേറ്റ് കൂടും. അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. സോ അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആവും. നമ്മൾ താഴെ പറയുന്നുണ്ട്, അതായത് ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലഡ് പ്രഷർ. അതായത് ഇതിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് വാസോ കൺസ്ട്രിക്ഷൻ ആണ്. സോ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യുന്നത് കൊണ്ട് BP എന്താവും? ഷൂട്ടപ്പ് ആവും. അതുപോലെ ഇതിൻ്റെ മറ്റൊരു എഫക്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ലോക്കൽ അനസ്തെറ്റിക്സിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു എഫക്റ്റ് ഇത് പ്രൊലോങ് ചെയ്യും. സോ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ സ്കെലറ്റൽ മസിൽസിനെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡൈലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു വേറൊരു ഫംഗ്ഷനാണ്. ഇനി നമുക്ക് രണ്ടാമത് സ്മൂത്ത് മസിൽസ് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ മെയിനായിട്ട് ഫസ്റ്റ് പൾമോ നോക്കാം. അപ്പോൾ പൾമോ നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ആണ് ഇവർ. നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്? സാൽബുട്ടമോൾ. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു ബ്രോങ്കിൽ ആസ്മയായിട്ട് പോവുകയാണെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് തരുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ഏതെന്ന് പറയുന്നത്? സാൽബുട്ടമോൾ. ഇതിൽ വരുന്നതാണ്. സോ ബിക്കോസ് ഇറ്റ്സ് എ ബ്രോങ്കോ ഡൈലേറ്റർ. ഇനി അടുത്ത് നമ്മുടെ യൂട്രസ് നോക്കാം. നമ്മൾ നോൺ പ്രഗ്നൻറ്റ് യൂട്രസിൽ ഇത് എപ്പോഴും കൺട്രാക്ട്സ് ചെയ്യിപ്പിക്കും. അതുപോലെ നമ്മുടെ ലാസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസിയിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ യൂട്രസിനെ റിലാക്സ് ആക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഗട്ട് സ്റ്റൊമക്കിൽ നോക്കുകയാണെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും? ഒരു മസിൽ റിലാക്സൻ്റ് ആണ്, അതായത് സ്മൂത്ത് മസിൽസ് അവിടെ എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും. ഇനി നമ്മുടെ സ്പ്ലെനിക് ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോഴേക്കും ഇവർ കൂടുതൽ RBC എന്ത് ചെയ്യും? നമ്മുടെ സർക്കുലേഷനിലോട്ടേക്ക് റിലീസ് ആക്കുന്നുണ്ട്. ഇനി പൈലോമോട്ടർ മസിൽ എന്ന് പറയുമ്പോഴേക്ക് ഏതാ? നമ്മുടെ ഹെയർ ഫോളിക്കിൾസ്. ഹെയർ ഫോളിക്കിൾസിന് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബ്ലാഡർ നോക്കിയാലാണെങ്കിലും ഇവരവിടുത്തെ ഡെക്സ്ട്രന് റിലാക്സ് ചെയ്യിപ്പിക്കും. അതേസമയം ട്രൈഗോൺ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യൂറിൻ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടും. ഇതാണ് സ്മൂത്ത് മസിൽസ് ഇവർ ചെയ്യുന്നത്. അവിടെ നമുക്ക് എല്ലാ സിസ്റ്റംസും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഐസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ മെയിനായിട്ടും ചെയ്യുന്നത് നമ്മുടെ ഐറിസിൻ്റെ റേഡിയൽ മസിൽസിൽ കൺട്രാക്ഷൻ വരും. അങ്ങനെ അവിടെ ഒരു മിഡ്രിയാട്രിക് എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ അതുപോലെ തന്നെ ഇവർ നമ്മുടെ IOP എന്ത് ചെയ്യുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. ഇനി മെറ്റബോളിക് എഫക്ട്സ് നോക്കിയാലോ? ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടും, ബ്ലഡ് ഷുഗർ കൂട്ടും. അതെങ്ങനെയായിരിക്കും? നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് ഇൻസുലിൻ്റെ റിലീസ് അതെന്ത് ചെയ്യും? കുറയ്ക്കും. അതുപോലെ തന്നെ അഡിപ്പോസ് ടിഷ്യൂവിൽ നിന്നും കൂടുതൽ ഫാറ്റി ആസിഡ്സ് ബ്രേക്ക് ഡൗൺ നടക്കും. അപ്പോൾ സർക്കുലേഷനിൽ ഫാറ്റി ആസിഡ്സിൻ്റെ അളവും കൂടുതലായിരിക്കും. ഇതാണ് മെറ്റബോളിക് എഫക്ട്സ്. ഇനി സ്കെലറ്റൽ മസിൽ ഇവർ എന്താ ചെയ്യുന്നത്? മെയിനായിട്ട് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽ കൊളീനെ ഇവർ റിലീസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷൻ കൂട്ടും. ഇതാണ് നമ്മുടെ അഡ്രീനർജിക് ഡ്രഗ്സിൻ്റെ ആക്ഷൻ, അല്ലെങ്കിൽ അഡ്രിനാലിൻ പോലെയുള്ള ഡ്രഗ്സിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൽ ഇവരെല്ലാം കൂട്ടും. ഹാർട്ട് റേറ്റ്, കാർഡിയാക് ഔട്ട്പുട്ട്, ബ്ലഡ് പ്രഷർ, ഓക്സിജൻ കൺസപ്ഷൻ എല്ലാം കൂട്ടും. സ്മൂത്ത് മസിൽസ് ആണ് എടുക്കുന്നതെങ്കിൽ ബ്രോങ്കോ ഡൈലേഷൻ, അതുപോലെ തന്നെ യൂട്രൈൻ GI എഫക്ട്സ് എന്ന് പറയുമ്പോഴേക്കും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടുന്നുണ്ട്. ദെൻ നമ്മുടെ നഫ്രോ എടുക്കുകയാണെങ്കിൽ യൂറിൻ ഔട്ട്പുട്ട് കുറയ്ക്കും. ഐസ് ആണെങ്കിൽ മിഡ്രിയാസിസ് ആണ്, അതുപോലെ തന്നെ ഇൻട്രോക്കുലർ പ്രഷർ കുറയ്ക്കുന്നുണ്ട്. മെറ്റബോളിക് എഫക്ട്സ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ഷുഗർ കൂട്ടും, അതേപോലെ തന്നെ ലിപ്പോലൈസിസ്, ഫ്രീ ഫാറ്റി ആസിഡ്സിൻ്റെ റിലീസ് കൂട്ടുന്നുണ്ട്. ഇനി സ്കെലറ്റൽ മസിൽസിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അസറ്റൈൽ കൊളീൻ്റെ റിലീസാണ് വരുന്നത്. സോ ന്യൂറോ ട്രാൻസ്മിഷൻ കുറച്ചും കൂടി എന്ത് ചെയ്യും? എൻഹാൻസ് ചെയ്യിപ്പിക്കും. ഇതാണ് ഇവരുടെ ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ അഡ്വേഴ്സ് റിയാക്ഷൻസ് നോക്കിയാലോ? അത് ഈസി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ട്, ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ട്. അപ്പോൾ തന്നെ എന്തൊക്കെ സൈഡ് എഫക്റ്റ് വരാം? ആൻസൈറ്റി, പാൽപിറ്റേഷൻ, വീക്ക്നെസ്, ട്രെമർ,
പാലർ, ഡിസീനസ്, റെസ്ലെസ്നെസ് ആൻഡ് ത്രോബിങ് ഹെഡ്. ഇനിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞു തരട്ടെ. നമ്മൾ ഇഷീമിക് ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസിന് ഈ ഒരു മെഡിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടി പ്രസിപ്പിറ്റേറ്റ് ആവും. കാര്യം എന്താണ്? ഇവർ ഓക്സിജൻ കൺസപ്ഷൻ കൂട്ടുന്നുണ്ട്. സോ നമുക്ക് പെയിൻ ഉണ്ടാവാം, ദാറ്റ് മീൻസ് ആൻജൈന ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ IV കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പാടില്ല. മീൻസ് റാപ്പിഡ് ഇൻഫ്യൂഷൻ മീൻസ് അഡ്മിനിസ്ട്രേഷൻ പാടില്ല. ബിക്കോസ് ഇത് എന്ത് ചെയ്യും? കുറച്ചും കൂടി ഒന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അരിത്മിയ ഉണ്ടാവാം, സബറക്കനയുടെ ഹെമറേജ് ഉണ്ടാവാം, ഹെമിപ്ലേജിയ വരെ റിസൾട്ട് ആവാം. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സൈഡ് എഫക്ട്സ് ഓഫ് അഡ്രീനർജിക് ഡ്രഗ്സ്. ഇനി നമുക്ക് അഡ്രീനലിൻ്റെ മാത്രമായിട്ട് സെലക്റ്റീവ് കുറച്ച് യൂസസ് നോക്കിയാലോ. വെരി ഫസ്റ്റ് വൺ ഈസ് ഇൻ അനൈഫൈലാറ്റിക് ഷോക്ക്. ദ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് അഡ്രീനലിൻ. കാര്യം എന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ ഹൈപ്പോ ടെൻഷൻ റിവേഴ്സ് ചെയ്യും. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് പ്രഷർ കൂട്ടുന്നുണ്ട്. സോ അനൈഫൈലാറ്റിക് ഷോക്കിൽ വരുന്ന ഹൈപ്പോ ടെൻഷനെ ട്രീറ്റ് ചെയ്യാൻ നമുക്കിത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ലാരിഞ്ചൽ എഡീമ, ബ്രോങ്കോസ്പാസം വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും. കാര്യം എന്തുകൊണ്ട്? ഇതൊരു ബ്രോങ്കോ ഡൈലേറ്റർ ആണ്. സോ നമ്മുടെ പ്രിഫർ റൂട്ട് എന്ന് പറയുമ്പോഴേക്കും IM ആണ്. ആസ് അബ്സോർപ്ഷൻ ബൈ സബ്ക്യൂട്ട് റൂട്ട് ഈസ് നോട്ട് റിലയബിൾ ഇൻ ഷോക്ക്. ഇനി രണ്ടാമത്തേന്ന് പറയുമ്പോഴേക്കും കാർഡിയാക് അറസ്റ്റ്. സോ കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുമ്പോഴേക്കും അഡ്രീനാലിൻ ആണ്. ഇനി ഹെമറേജ് കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താണ്? ദിസ് ഈസ് ആൻ വാസോ കൺസ്ട്രിക്റ്റർ. ഓൾറെഡി ഞാൻ പറഞ്ഞു ബ്ലഡ് വെസൽസിൻ്റെ ഡയലേഷൻ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ ഈ പാക്സ്, അതായത് അഡ്രീനാലിൻ സോക്ക് ചെയ്തിട്ടുള്ള പാക്സ് ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. എസ്പെഷ്യലി ഇൻ ടൂത്ത് എക്സ്ട്രാക്ഷൻ, എപ്പിസ്റ്റാസിസ് ഒക്കെ വരുമ്പോൾ, അതായത് നേസൽ ബ്ലീഡിംഗ് വരുമ്പോഴേക്കും പല്ലെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കോട്ടൺ വെക്കത്തില്ലേ, അതൊക്കെ ഈ അഡ്രീനാലിൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കോട്ടൺ ആയിരിക്കും. സോ നമ്മുടെ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യും. പിന്നെ ലോക്കൽ അനസ്തെറ്റിക്സിൻ്റെ കൂടെ കൊടുക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു ലോക്കൽ അനസ്തെറ്റിക്സിൻ്റെ അബ്സോർപ്ഷൻ ഇവർ പ്രൊലോങ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ആക്ഷൻ എന്ത് ചെയ്യും? പ്രൊലോങ് ചെയ്യിക്കും. അതുപോലെ തന്നെ ലോക്കൽ അനസ്തെറ്റിക്സ് കാണുമുള്ള ആ ഒരു ടോക്സിസിറ്റി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. ഇനി ബ്രോങ്കിയൽ ആസ്മയിൽ ഇവർ നമ്മൾ കൊടുക്കും. വൈ? ബിക്കോസ് ഇറ്റ്സ് ആൻ ബ്രോങ്കോ ഡൈലേറ്റ്. പക്ഷേ ഇതിനെക്കാട്ടും പ്രിഫറബിൾ ആയിട്ടുള്ള മറ്റു ഡ്രഗ്സ് ഉള്ളത് കൊണ്ട് അഡ്രീനാലിന് അധികം നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. ഇനി ഗ്ലൂക്കോമയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഇൻട്രാഓക്കുലർ പ്രഷർ കുറയ്ക്കുന്നുണ്ട്. സോ നമുക്ക് ഗ്ലൂക്കോമയിൽ ഇത് യൂസ് ചെയ്യാം. ഗ്ലൂക്കോമയിൽ നമ്മളിത് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെയാണ് നമ്മുടെ അഡ്രീനാലിൻ്റെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് യൂസസ് എന്ന് പറയുന്നത്. കോൺട്രാ ഇൻഡിക്കേഷൻസ് ഏതൊക്കെയായിരിക്കും? ആൻജൈന പെക്ടോറിസ്, അതായത് നെഞ്ചുവേദന. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവരെന്ത് ചെയ്യും? ഓക്സിജൻ കൺസപ്ഷൻ കൂട്ടും. ഹാർട്ടിലോട്ടേക്കുള്ള ഓക്സിജൻ കൺസപ്ഷൻ കൂട്ടുമ്പോഴേക്കും നമ്മുടെ ഹാർട്ടിൻ്റെ വർക്കിംഗ് കപ്പാസിറ്റി കുറച്ചുകൂടി എന്ത് ചെയ്യും? കൂട്ടും. അതായത് ആ ഒരു ഇവരുടെ ആക്ടിവിറ്റി കൂടുമ്പോഴേക്കും നെഞ്ചുവേദന കുറച്ചുകൂടെ കൂടും. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, കാരണം ഇതെന്താണ്? വാസോ കൺസ്ട്രിക്ഷൻ ചെയ്യുന്നുണ്ട്, ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ട്, ഹൈപ്പർ ടെൻഷനിലോട്ടേക്ക് പോവാം. പിന്നെ ബീറ്റാ ബ്ലോക്കേഴ്സ് എടുക്കുന്ന പേഷ്യൻസിൽ നമ്മളിത് എന്ത് ചെയ്യത്തില്ല? എടുക്കത്തില്ല. ദീസ് ആർ ദ കോൺട്രാ ഇൻഡിക്കേഷൻ ഓഫ് ദ അഡ്രീനാലിൻ. ഇനി നോൺ കാറ്റക്കോളാമൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഞാൻ ഓൾറെഡി പറഞ്ഞു കാറ്റക്കോൾ ന്യൂക്ലിയസ് ഇല്ലാത്തവരാണ് നമ്മൾ നോൺ കാറ്റക്കോളാമൻസ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് നമുക്ക് എഫ്രിഡിനും അതുപോലെ ആംഫിറ്റമിനുമാണ് മെയിനായിട്ട് പഠിക്കാനായിട്ട് വരുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു പ്രത്യേകത, ഇവർ നമ്മുടെ ആൽഫ ബീറ്റ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് നോർ അഡ്രീനാലിനെ റിലീസ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ എഫ്രിഡിൻ്റെ സെലക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും ഇവൻ എന്ത് ചെയ്യും? വാസോ കൺസ്ട്രിക്ഷൻ ചെയ്തുകൊണ്ട് കാർഡിയാക് ഔട്ട്പുട്ട് കൂടിക്കൊണ്ട് നമ്മുടെ BP റേസ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവനൊരു CNS സ്റ്റിമുലൻ്റ് ആണ്. അതുകൊണ്ട് ഇവരുടെ സൈഡ് എഫക്റ്റ് വരുമ്പോഴേക്കും നമുക്ക് ഇൻസോമിനിയ, ട്രിമർ, അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ഇൻ മിക്ചൂറേഷൻ നമ്മൾ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ വരുന്നുണ്ട്. യൂസസ് പറഞ്ഞു തരട്ടെ. ഫസ്റ്റ് വൺ, ഹൈപ്പോ ടെൻഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താണ്? ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? BP ഷൂട്ടപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നേസൽ ഡീകൺജഷൻ എന്ന് പറയുമ്പോൾ ഈ റൈനൈറ്റിസ് ഒക്കെ വരത്തില്ലേ, ആ ഒരു ടൈമിൽ നമ്മൾ നേസൽ മ്യൂക്കോസ് ഇവർ എന്ത് ചെയ്യും? കൺസ്ട്രക്ട് ചെയ്തിട്ട് റൈനൈറ്റിസിനെ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ മിഡ്രിയാസിസ് എഫക്റ്റ് ആണ്. ഞാനത് ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ഐറസിൽ എന്ത് ചെയ്യുന്നുണ്ട്? മസിൽസിനെ ഇവരെന്ത് ചെയ്യും? ഇത് റിലീവ് ആക്കിക്കൊണ്ട് അവിടെ ഒരു മിഡ്രിയാസിസ് എഫക്റ്റ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ബ്രോങ്കിയൽ ആസ്മയിൽ നമ്മൾ എഫ്രിഡിൻ പറയുന്നുണ്ടെങ്കിലും മറ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ് നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. നാർക്കോലെപ്സി എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികളിൽ കണ്ടുവരുന്നതാണ്. എപ്പോഴും അവരെന്ത് ചെയ്യും? ഉറക്കം തൂങ്ങി വീഴുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ടെൻഡൻസി ടു സ്ലീപ്പ്, ആ ഒരു ഇതാണ്. ആ സമയത്ത് നമ്മൾ ഇവരെന്ത് ചെയ്യും? എഫ്രിഡിൻ കൊടുക്കും. കാരണം ഇതൊരു CNS സ്റ്റിമുലൻ്റ് ആണ്, അലേർട്ട്നെസ് ഉണ്ടാവും. അത് ആ ഒരു ടൈമിൽ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. നോൺ കാറ്റക്കോളാമൻസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, അവർ നമ്മൾ ഓറലി മെഡിസിനായിട്ട് എടുക്കുമ്പോൾ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുന്നതുകൊണ്ട്, അതുകൊണ്ടാണ് ഇവർക്ക് എന്തെങ്കിലും CNS എഫക്റ്റ് വരുന്നത്.
ഇനി കേൾക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ് പറഞ്ഞു തരട്ടെ, അതാണ് ആംഫിറ്റമിൻ. ഇതൊരു സിന്തറ്റിക് കോമ്പൗണ്ട് ആണ്, പക്ഷേ ഇതിൻ്റെ ആക്ഷനൊക്കെ എഫിഡ്രനുമായിട്ട് സിമിലർ ആയിട്ട് വരും. സോ ആംഫിറ്റമിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ CNS സ്റ്റിമുലൻ്റ് ആണ്, ഇൻഡയറക്ട്ലി ആക്ടിങ് ഡ്രഗ് ആണ്, നോൺ കാറ്റക്കോളാമിനും ആണ്. ഈ ഒരു ഡ്രഗാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രഗ് ഓഫ് അബ്യൂസ് ഇൻ അത്ലറ്റ്സ്. കാര്യം എന്താണ്, ഇവർ ആ ഒരു അലേർട്ട്നെസ്സും ഫിസിക്കൽ ആക്ടിവിറ്റിയും കോൺസെൻട്രേഷനും അറ്റൻഷൻ സ്പാനും എല്ലാം കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു യൂഫോറിയ സ്റ്റേറ്റ് ആണ് കൂട്ടുന്നത്. സോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും ഇതിൽ ഡിപ്പെൻഡൻസും വരുന്നുണ്ട്. പിന്നെ റെസ്പിറേഷൻ ഇവരെപ്പോഴും കൂട്ടും. അതുപോലെ തന്നെ ഒരു അപ്പറ്റൈറ്റ് സപ്രസൻ്റ് ആണ്, അതായത് നമുക്ക് വിശപ്പ് കുറയ്ക്കും. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റെസ്റ്റ്ലെസ്നെസ്, ട്യൂമർ, ഇൻസോമിനിയ, പാൽപിറ്റേഷൻ, ആൻസൈറ്റി, കൺഫ്യൂഷൻ ആൻഡ് ഹാലുസിനേഷൻ. ഹൈ ഡോസസിലോട്ടേക്ക് പോയാലോ ആൻജീന, ഡെലീറിയം, അരീത്മിയ, ഹൈപ്പർ ടെൻഷൻ, റെസ്റ്റ്ലെസ്നെസ്, സൂയിസൈഡ്, ഹോമിസൈഡ് ടെൻഡൻസി, അക്യൂട്ട് സൈക്കോസിസ്, കോമ ആൻഡ് ഡെത്ത് ഡ്യൂ ടു കൺവൾഷൻ. സോ ഇതിൻ്റെ യൂസസ് നോക്കിയാലോ, ഫസ്റ്റ് നമ്മൾ ADHD ഉള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യും, കാരണം അവരുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും ഒന്ന് കൂട്ടാനായിട്ട്. നാർക്കോലെപ്സിയിൽ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒബേസിറ്റി ഉള്ളവർക്കും അവരുടെ വിശപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത് വരുന്നതാണ് വാസോപ്രസസ്. ഇനി ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ബ്ലഡ് വെസൽസിന് ഇവർ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ബ്ലഡ് വെസൽസ് കൺസ്ട്രക്ട് ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ അവിടെ കൂടും, അതേസമയം ഹാർട്ട് റേറ്റ് ഇവിടെ കുറയ്ക്കുന്നുണ്ട്. മെയിൻ യൂസ് എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെൻഷനാണ്. പ്രത്യേകിച്ച് ഈ ന്യൂറോജനിക് ഷോക്ക് അല്ലെങ്കിൽ കാർഡിയോജനിക് ഷോക്കോ സ്പൈനൽ അനസ്തേഷ്യ ഒക്കെ കൊടുത്ത് ഹൈപ്പർ ടെൻഷനിലോട്ടേക്ക് പോകുന്ന പേഷ്യൻറ്റ് ബ്ലഡ് പ്രഷർ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ഈ വാസോപ്രസേഴ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷനും കൂടെ ഉള്ളൂ, ദാറ്റ് ഇസ് നേസൽ ഡീകൺജസ്റ്റൻസ്. നേസൽ ഡീകൺജസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. അതായത് നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു കൺജഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റിലീവ് ആക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ആ ഒരു മസിൽസ് അല്ലെങ്കിൽ എന്തായിക്കോട്ടെ സെൽസ് ആയിക്കോട്ടെ എന്ന് ഷ്രിങ്കേജ് വരുത്തിയിട്ട് നമുക്കവിടെ എയർ ഫ്ലോ കുറച്ചും കൂടി എന്താക്കുന്നുണ്ട്, സ്മൂത്ത് ആക്കുന്നുണ്ട്. ഇവരെപ്പോഴും α1 അഗോണിസ്റ്റുകളായിരിക്കും. ഓക്കെ, ഇതെപ്പോഴും α1 അഗോണിസ്റ്റുകളായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, റൈനൈറ്റിസ് ഒക്കെ റിലീവ് ചെയ്യാനായിട്ട് ഇവർ സഹായിക്കുന്നുണ്ട്. ഇവരുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒന്നുമില്ല, ഈ α1 റിസപ്റ്റേഴ്സിൽ പോയി ബൈൻഡ് ചെയ്യുക, അവിടുത്തെ ബ്ലഡ് വെസൽസ്, നേസൽ മ്യൂക്കോസ് എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ അവിടെ അതിൻ്റെ ആക്ഷൻ അവിടെ നടന്നോളും. ഫോർ എക്സാമ്പിൾ നേസൽ മ്യൂക്കോസയിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഷ്രിങ്കേജ് വരുന്നുണ്ട്. ഓറലി നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് എഫിഡ്രിനും ഫീനൈൽ എഫ്രിനും സ്യൂഡോ എഫ്രിഡിനുമാണ്. അതേസമയം ടോപ്പിക്കലി ആണെങ്കിൽ നേസൽ ഡ്രോപ്സ് ഞാൻ ഫസ്റ്റ് മെൻഷൻ ചെയ്തു, ഓക്സിമെറ്റാസോളിൻ, സൈലോമെറ്റാസോളിൻ, അതാണ് കുറച്ചുകൂടി ഈസി. ഇനി ഇതിനൊരു അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഉറക്കക്കുറവ്, ഈ നേസൽ ഡ്രോപ്സ് ഒക്കെ എടുക്കുന്നവർക്കായിരിക്കും നേസൽ ഇറിറ്റേഷൻ ഉണ്ടാവും ടോപ്പിക്കലി നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും. പിന്നെ ട്രെമേഴ്സും ഉണ്ടാവാറുണ്ട്. ഇനി പ്രൊലോങ്ഡ് ആയിട്ട് ഈ നേസൽ ഡ്രോപ്സ് എടുക്കുന്നവർക്കും അറിയാം അവിടെ എന്ത് ചെയ്യാം, നമ്മുടെ നേസൽ മ്യൂക്കോസയ്ക്ക് അട്രോപ്പി ഉണ്ടാവും, അതായത് ചുരുങ്ങിപ്പോവും. പിന്നെ റീകൺജഷൻ ഉണ്ടാവും, അതായത് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ടോളറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുറയുന്നുണ്ട്, ബിക്കോസ് സെൻസിറ്റിവിറ്റി കൂടിയിട്ട് പിന്നെ നമുക്കത് എടുക്കുമ്പോൾ അത്ര വലിയ എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല. ഇതിൻ്റെ യൂസസ് എന്ന് പറയുമ്പോഴേക്കും മെയിനായിട്ട് റൈനൈറ്റിസിന് യൂസ് ചെയ്യുന്നുണ്ട്, അലർജിക് സൈനസൈറ്റിസിന് യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് യൂസ്റ്റേഷൻ ട്യൂബ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് അഡ്രീനർജിക് ഡ്രഗ്സ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചേ നോക്കിയാലോ. എന്താണ് അഡ്രീനർജിക് ഡ്രഗ്സ്, അതിൻ്റെ റിസപ്റ്റേഴ്സ്, ക്ലാസിഫിക്കേഷൻ, ആക്ഷൻ, യൂസസ്, സൈഡ് എഫക്ട്സ്, പിന്നെ നോൺ കാറ്റക്കോളാമിൻസ് പഠിച്ചു, ആംഫിറ്റമിൻ, വാസോപ്രസസ് ആൻഡ് നേസൽ ഡീകൺജസ്റ്റൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കണ്ട. ആൻഡ് വിൽ ബി ബാക്ക് വിത്ത് അനദർ ഗ്രേറ്റ് വീഡിയോ.